ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും MMCയുടെ ശാഖകൾ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് വളരെ സന്തോഷം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് 1 കോടി ആളുകളിലേക്ക് എത്തുന്ന ദിവസമാണ് നമ്മുടെ സ്വപ്നം. മാത്രമല്ല ഒരുപാട് സാമൂഹിക മൂവ്മെൻറ്റുകൾ ചെയ്യാനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വെച്ച് പെരുമാറാനും ഒരുപാട് ആളുകളെ സഹായിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ മില്യൻ മലയാളി ക്ലബിന് പുതിയ പുതിയ സേവന സാധ്യതകൾ വരുന്നു. ഏറ്റവും അവസാനം നമുക്ക് മെക്കയിൽ നിന്നൊരു വാർത്ത. വിശുദ്ധ മെക്കയിൽ ഹജ്ജ് സേവനം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർ മില്യൻ മലയാളി ക്ലബിൽ അംഗങ്ങളായി എന്ന സന്തോഷ വാർത്ത. ഹജ്ജിനെത്തുന്ന മലയാളി തീർത്ഥാടകർക്ക് MMC വഴി സേവനം നൽകാൻ സാധിക്കുമെന്നത് സന്തോഷം നൽകുന്നതായി പ്രവർത്തകർ പറഞ്ഞു. മെക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലത്തിൻ്റെ സന്തോഷകരമായ റിപ്പോർട്ട്. ഞാനിപ്പോൾ മക്കയിലാണുള്ളത്. മില്യൻ മലയാളി ക്ലബ്ബിൽ ഇവിടെ ചില പ്രവർത്തകർ മലയാളികൾ അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലബ്ബിൽ അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഹജ്ജ് വോളണ്ടിയർ കോർ, അതായത് ഈ ഹജ്ജ് തീർത്ഥാടകരൊക്കെ ഇപ്പോൾ മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവർക്ക് ഈ ഹാജിമാർക്ക് വർഷങ്ങളായിട്ട് സേവനം ചെയ്യുന്ന ആളുകളാണ് മക്കയിൽ ഇവരൊക്കെ. അപ്പോൾ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഈ മില്യൻ മലയാളി ക്ലബ്ബിലൊക്കെ അംഗങ്ങളായി കഴിഞ്ഞാൽ അവർക്ക് സേവനം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പോലും ബന്ധപ്പെടാനുള്ള ഒരു വേദിയായി ഈ ക്ലബ്ബ് മാറുകയാണ്. നിങ്ങൾ മെമ്പറായല്ലേ ക്ലബ്ബിൽ? മെമ്പറായി. വളരെ സന്തോഷമുണ്ട്. ഇത് ഈ 24 ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഈ ഒരു സംരംഭം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഈ കൂട്ടായ്മയിലേക്ക് വരലോടുകൂടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ സംഘടനകളുടെ ആളുകളാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. ഇതിൽ മൊത്തത്തിലുള്ള ആളുകൾക്ക് പൊതുവായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അത് മക്കയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് വരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അവരുടെ എന്ത് പ്രയാസങ്ങളും അറിയിച്ചാൽ ഞങ്ങളിവിടെ 24 മണിക്കൂറും അവൈലബിൾ ആണ്. ഇവിടെ ഹജ്ജ് സേവനത്തിന് വേണ്ടി ഹാജിമാരെ സേവിക്കുന്നതിന് വേണ്ടി HVC ICFിൻ്റെയും RSCയുടെയും വളണ്ടിയേഴ്സ് സംഘം ഇവിടെ റെഡിയാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സേവനം ചെയ്യാനുള്ളൊരു അവസരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. ഓക്കെ, ക്ലബ്ബിലംഗമായോ? ക്ലബ്ബിലംഗമായി. എന്താണ് പ്രതീക്ഷ? മക്കയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ മലയാളികൾ ഒരുമിക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് മക്ക. ആ മക്കയിൽ MMC മില്യൻ മലയാളി ക്ലബ്ബ് എന്ന് പറയുന്ന ആശയവും അത് തന്നെയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾക്ക് ഒരുമിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷനിലൂടെ ഇപ്പോൾ ഞാനത് സ്ക്രോൾ ചെയ്ത് നോക്കുമായിരുന്നു. നമ്മുടെ കേരളത്തിൽ അതല്ലെങ്കിൽ മറ്റ് വിവിധ ഹോസ്പിറ്റലുകളുടെ നമ്പറുകൾ, ഹോസ്പിറ്റലുകൾ, അതിൻ്റെ ഡോക്യുമെൻ്റ്, അതിലുള്ള ഇൻഫർമേഷന്, അങ്ങനെ ധാരാളം ഇൻഫർമേഷനുകൾ മലയാളികൾക്ക് ഒരു ക്ലിക്കിൽ ഈ മില്യൻ മലയാളി ക്ലബ്ബിൽ ആക്സസബിൾ ആകുന്നു എന്നുള്ളതാണ്. മലയാളികളെ സംബന്ധിച്ച് ഒരു കുടക്കീഴിൽ ശ്രീകണ്ഠൻ നായർ സാറൊക്കെ പറയുന്നത് പോലെ ഒരു സഹായം ആവശ്യമുള്ള മലയാളികൾക്ക് അത് MMCയിലൂടെ സാധ്യമാകും. ഒരു മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഒരു കോളിലൂടെ ഇത് സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മികച്ച ഒരു ഇനീഷ്യേഷനാണ്. ഇത്തരത്തിൽ മക്കയിൽ ICF RSC വോളണ്ടിയേഴ്സ് എന്നെ ചുറ്റിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതിൽ അംഗമായിട്ടുണ്ട്. ഞങ്ങൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഹജ്ജിൻ്റെ സമയത്ത് മാത്രമല്ല ഞങ്ങൾ സേവനം ചെയ്യാറുള്ളത്. ലോകത്തെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ മക്ക മദീന എന്ന് പറയുന്നത്. ലോകത്തെ എല്ലാ സമയത്തും ഇവിടെ ആളുകൾ ഉംറക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സന്നദ്ധ സംഘടന, സേവക സാന്ത്വന പ്രവർത്തകർ എന്ന നിലയ്ക്ക് ICFനെ സംബന്ധിച്ചിടത്തോളം RSCയെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ എല്ലാ സമയത്തും കോൾ ചെയ്തുകൊണ്ടിരിക്കും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ, നേരത്തെ ഇതിന് മുൻകൈ എടുത്ത 24 മുൻകൈ സംഭവം ഉണ്ടല്ലോ, ഇതൊരു വലിയ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. മാത്രമല്ല നമ്മളെ പ്രമേയം തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾക്കൊരു ഗ്രാൻഡ് മുഫ്തി ഉസ്താദിൻ്റെ അനുയായികളാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ പറയാറുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളെ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ വിധത്തിലും സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ രാജ്യവേള കഴിഞ്ഞാലും അതിൻ്റെ ശേഷവും ഇത്തരം കൂട്ടായ്മ ഞങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കാം. ഏതായാലും പ്രവാസികളൊക്കെ ഇതിൽ അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മക്കയിലുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കൊക്കെ വളരെ സഹായകരമാകുന്ന രൂപത്തിൽ ഈ ക്ലബ്ബ് മാറുകയാണ്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.